പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്താൻ പോകുന്നു. 11:45 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം നാവികാസ്ഥാനത്തെത്തും. 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിലും എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ KR ഗോപികൃഷ്ണനാണ് എൻഡിയുടെ പൊതുസമ്മേളനം നടക്കുന്ന കലൂരിൽ നിന്ന് തത്സമയം ചേരുന്നത്. GK, മോദി എത്താൻ പോകുന്നു. അതിനിടയിൽ ഒരു വിവാദം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ കൊച്ചിയിൽ GK? ഉന്മേഷ്, വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയുമാണ് കേരളത്തിലെ BJP നേതൃത്വവും BJP അണികളും പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന് ഇവിടെ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഒക്കെ നിർവഹിക്കാനുണ്ടെങ്കിലും അത്തരം ഔദ്യോഗിക പരിപാടികൾക്ക് പുറത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത് എന്നതിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് 5 ഇന്ദിരാ ഗ്യാരണ്ടികളായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതെങ്കിൽ എന്തായിരിക്കും ഇത്തവണ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന പദ്ധതികൾ? എന്ത് മോദി ഗ്യാരണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നതിലാണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ജനുവരി 23-ന് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ, അതായത് തിരുവനന്തപുരം നഗരസഭ BJP പിടിക്കുകയും കേരളത്തിൽ ആദ്യമായി ഒരു നഗരസഭ പിടിച്ചെടുത്ത് ഒരു ചരിത്ര നേട്ടം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞത് അഹമ്മദാബാദിൽ തുടങ്ങിയ മാറ്റം കേരളത്തിലും കണ്ടു തുടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവിന്റെ രാഷ്ട്രീയ പ്രത്യേകതയാണ്, സവിശേഷതകളാണ് ഇന്ന് വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ ആണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ. BJPയെ സംബന്ധിച്ച് BJPക്ക് വലിയ അനുകൂലമായ സാഹചര്യങ്ങൾ കേരളത്തിൽ വരാൻ പോകുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്നിപ്പോൾ കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് അദ്ദേഹത്തിന് ഈ ഔദ്യോഗികമായ പരിപാടികളുള്ളത്. കേന്ദ്ര പദ്ധതികൾ, റെയിൽവേയുടെ പദ്ധതികൾ, BPCLന്റെ പദ്ധതികൾ, ഇതിന്റെയൊക്കെ ഔപചാരികമായ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. തൊട്ടടുത്ത് തന്നെ ഒരുക്കിയിട്ടുള്ള വേദിയിലാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് റാലി നടക്കാൻ പോകുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. എന്തൊക്കെയാണ് NDAയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കാൻ പോകുന്നത്, ഏതൊക്കെ വാഗ്ദാനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇക്കുറി നൽകാൻ പോകുന്നത് എന്നതാണ് കേരളം കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുടെ ഇത്തവണത്തെ പൊളിറ്റിക്കൽ ടാഗ് ലൈൻ എന്ന് നമുക്ക് പറയാവുന്നത് മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നതാണ്. കേരളത്തിലെ യുവജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്ന തരത്തിലായിരിക്കും ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ വന്നു കഴിഞ്ഞു. ഇന്നലെ പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിൽ കുറിച്ചത് കേരളത്തിൽ ദുർഭരണവും കൊള്ളയുമാണ് നടക്കുന്നത്, അതുകൊണ്ട് ആ ഭരണത്തിനൊരു മാറ്റം ഉണ്ടാക്കാനുള്ള തുടക്കമായിരിക്കും കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്താൻ പോകുന്നത് എന്ന സൂചനയാണ് പ്രധാനമന്ത്രി ഇന്നലെ അദ്ദേഹം എക്സ്പോസ്റ്റിൽ കുറിച്ച വാചകങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര, അതോടൊപ്പം തന്നെ വൃദ്ധജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി എന്ന് തുടങ്ങി 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് ബദലായി, അതിന് മറുപടിയായി ഇന്ന് നരേന്ദ്രമോദി കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നതിലെ ആകാംക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. 2:15 അദ്ദേഹം കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ എത്തുക. ഇവിടെ ഒരുക്കിയിട്ടുള്ള പ്രത്യേക വേദിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും. BJPയുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്കുള്ള ഔദ്യോഗികമായ തുടക്കം ഇവിടെ കുറിക്കാൻ പോവുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച്, NDAയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊക്കെയുള്ള വലിയ കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവ്. ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. BJPയുടെ സംസ്ഥാന നേതൃത്വവും BJP അണികളുമൊക്കെ വളരെ ആവേശത്തോടുകൂടിയാണ് അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഏതാണ്ട് 1,00,000 വരുന്ന BJP പ്രവർത്തകർ അവർ അണിനിരക്കുന്ന റോഡ് ഷോ ഉണ്ടാകും. അദ്ദേഹം 11:45 കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങും. അതിനുശേഷം നേരെ നേവൽ ബേസിലെത്തും. അവിടെ നിന്ന് അദ്ദേഹം റോഡ് ഷോയായി എത്തുന്നത് മറൈൻ ഡ്രൈവിലാണ്. അവിടെയാണ് ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത്. അതിനുശേഷമാണ് കല്ലൂർ സ്റ്റേഡിയത്തിലെത്തുക. അവിടെ റെയിൽവേയുടെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, ഇതിന്റെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഈ സ്റ്റേഡിയത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന വേദിയിൽ തന്നെയാണ് NDAയുടെ കൺവെൻഷൻ നടക്കാൻ പോകുന്നത്. ആ കൺവെൻഷനിലാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ പോകുന്നത്. എല്ലാവിധത്തിലുള്ള സുരക്ഷാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും, ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി കേരളം കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ BJPയുടെ പ്രകടന പത്രിക ഔദ്യോഗികമായി പുറത്തിറക്കുമ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ നൽകാൻ പോകുന്നത് എന്നതിലേക്കാണ്. ഉന്മേഷ്, ശരി. KR ഗോപികൃഷ്ണനാണ് ഇപ്പോൾ കലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മോദിയുടെ
സന്ദർശനം നടക്കാനിരിക്കുന്നു. NDAയുടെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.